You have to believe in yourself. Set your goals high and never give up. Ignore the haters and remember that hard work pays off. Hi all, Assalamualaikum. Welcome back to Moose Plan. ഹായ്, അങ്ങനെ 2024 കടന്നു നമ്മൾ. അപ്പോൾ ഞാനിന്നൊരു വാള മീൻ കറിയുമായിട്ടാട്ടോ വന്നേക്കുന്നത്. വാള പാമ്പാട എന്നൊക്കെ ഈ മീനിനെ പറയും കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഇതിൻ്റെ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വാളമീൻ എടുത്തിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കത് തേങ്ങ അരച്ച് കറി വയ്ക്കാം. അപ്പോൾ അത് പൊരിക്കാനും അതുപോലെ മുളകിടാനും തേങ്ങ അരച്ച് കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാട്ടോ. അപ്പോൾ ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം കറിയിലേക്ക് ആവശ്യമായ തക്കാളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, പിന്നെ കറിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തേങ്ങയും ഉള്ളിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് ഇതെല്ലാം ചേർത്ത് വയ്ക്കാം. അതിന് മുന്നേ നമ്മൾ കുറച്ച് കുടംപുളി കുതിർത്ത് വെക്കണം, നമ്മുടെ കറിയിൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് നല്ല ആവശ്യത്തിന് വെള്ളം ചേർത്ത് ജാറിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ ഈ അരപ്പ്, അതുപോലെ തക്കാളിയും നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചത്, വേപ്പിലയും ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലെക്കാഡോങ്ങിൻ്റെ ടർമറിക് പൗഡർ ആട്ടോ. ഇത് നമ്മുടെ ഇവിടുന്ന് വരുന്നതാണ്, ഡാർജിലിംഗിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ കുർക്കുമിൻ്റെ ലെവൽ അല്പം കൂടിയ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നല്ല ഒരു ടർമറിക് പൗഡറാണ്. അപ്പോൾ ഞാൻ ഇതാണ് കറിയിൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ചട്ടിയിലേക്ക് ചേർക്കണം. ഓക്കെ, അപ്പോൾ ഒരു തിള വരുമ്പോൾ നമ്മുടെ തക്കാളിയും അതുപോലെ ഇഞ്ചിയും, ചെറിയ കഷ്ണാക്കി വെച്ച ഇഞ്ചിയും നമുക്ക് കറിയിലേക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേപ്പിലയും ചേർക്കാം. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തതിന് ശേഷം നമുക്ക് വേപ്പിലയൊക്കെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി നല്ലോണം പിഴിഞ്ഞ് അതും നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി തിള വന്നിട്ടുണ്ട്. അപ്പോൾ തിള വന്നുമ്പോൾ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച നമ്മുടെ പാമ്പാട മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കറിയിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ തിള വരുന്ന സമയത്ത് തന്നെ. ഓക്കെ, അപ്പോൾ കിട്ടിയ കറി തിളയ്ക്കുന്ന ഗ്യാപ്പിൽ
മീൻകറി പപ്പടം വേണമല്ലോ നമ്മുടെ മീൻകറിക്ക്. അപ്പോൾ പപ്പടം കാച്ചലാണ്. എൻ്റെ മക്കൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ വരാറായിട്ടുണ്ട്. ചെറിയ മോന് 2 മണി ഉച്ച ടൈമിലാണ് വരുന്നത്. അപ്പോൾ അവൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ GPS ഒക്കെ എടുത്ത് നോക്കുന്നതായിരുന്നു അവിടെ എത്താറായോ എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കറിയും പപ്പടമൊക്കെ വേഗം വേഗം ആക്കണേന്. അപ്പോൾ നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി എന്തായാലും പോയി നോക്കാം കേട്ടോ. അപ്പോൾ കറി നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിയിലേക്ക് നമ്മൾ താളിച്ച് വയ്ക്കാനുള്ള താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, വേപ്പില, വറ്റൽമുളക് ഇവയാണ് നമുക്ക് വേണ്ടത്. സോ അതെല്ലാം ഇട്ടിട്ട് നല്ലോണം മൊരിയിച്ച്, അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ വറ്റൽമുളക് 2 കഷ്ണാക്കി ഒടിച്ചിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിപ്പ് ചേർത്ത് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാട്ടോ, വാളമീൻ കറി എന്ന് പറയാം. അപ്പോൾ നല്ല കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.